നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രസിഡന്റ്. ഇത് UPSCക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ പ്രസിഡന്റിനെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയണോ അത് മൊത്തം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും ഒരു ചോദ്യം ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ പ്രസിഡന്റ് അഥവാ രാഷ്ട്രപതിയെ പറ്റിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പറയാണ്. ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, അല്ലെ? അതായത് രാഷ്ട്രത്തിന്റെ തലവനാണ് രാഷ്ട്രപതി. രാഷ്ട്രത്തിന്റെ തലവനാണ് രാഷ്ട്രപതി. പിന്നെ നമുക്ക് എന്തൊക്കെ അറിയാം? ഇന്ത്യയുടെ പ്രഥമ പൗരനാണ്, അല്ലെ? ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അഥവാ പ്രഥമ പൗരനാണ് ഇദ്ദേഹമാണ്. സോളിഡാരിറ്റിയുടെ, യൂണിറ്റിയുടെ, ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷന്റെ ഒക്കെ സിമ്പൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കുന്നത് ആണല്ലോ. അപ്പൊ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന സെക്ഷനകത്ത് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരിൽ ഒന്നാമത്തെ വ്യക്തിയാണ് രാഷ്ട്രപതി. ദെൻ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ, അറ്റോർണി ജനറൽ, ഇത്രയും ചേരുന്നതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്, യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. രാഷ്ട്രപതിയെയും കേന്ദ്രമന്ത്രിമാരെയും ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേര് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്നും. ഇതിനകത്ത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ പിരിഞ്ഞു പോകുന്നവരല്ലോ, സോ അവരെ നമ്മൾ പെർമനന്റ് എക്സിക്യൂട്ടീവ് അഥവാ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്നും വിളിക്കാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനെ പറ്റിയിട്ട് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ നമ്പർ 52 ആണ്. ആർട്ടിക്കിൾ നമ്പർ 52. ഇപ്പൊ പറഞ്ഞ പോയിന്റ് മനസ്സിലാവല്ലോ. ഹീസ് എ പാർട്ട് ഓഫ് യൂണിയൻ എക്സിക്യൂട്ടീവ്. യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ പാർട്ടാണ് രാഷ്ട്രപതി. യൂണിയൻ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുന്ന മറ്റാൾക്കാരാണ് വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്ന 52ാം ആർട്ടിക്കിളിലാണ് രാഷ്ട്രപതി ഇന്ത്യക്ക് വേണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇലക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ, ഇദ്ദേഹത്തിന്റെ ഇലക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ, പ്രസിഡന്റിന്റെ ഇലക്ഷന് ഡയറക്റ്റ് അല്ല, ഇലക്ട്രൽ കോളേജ് ആണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെ? ഒരു ഇലക്ട്രൽ കോളേജ് ആണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. ആ ഇലക്ട്രൽ കോളേജിനകത്ത് ആരൊക്കെ ഉണ്ടായിരിക്കും? അതുപോലെ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ നമ്പർ 54 ആണെന്നും പഠിച്ചു വെച്ചേക്കാം. 54 പ്രകാരമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ട് പറയുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ല, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട നേതൃത്വം വഹിക്കുന്നത്. ഇനി ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയുണ്ട്? പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയുണ്ട്? പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ആരൊക്കെയാണ്? പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള ഏതൊക്കെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഡൽഹി, പുതുച്ചേരി, ഈ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഒന്നുകൂടെ പറയട്ടെ, ലോക്സഭ ആൻഡ് രാജ്യസഭ എന്ന് പറയുന്നതിനകത്ത് പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് ഓർക്കുക. പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങള് തെരഞ്ഞെടുത്തവരാണ്, തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട്. അതുപോലെ സംസ്ഥാന നിയമസഭകളിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിനകത്ത് റോളില്ല, ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന നിയമസഭകളിലെയും യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള ഡൽഹി, പുതുച്ചേരി എന്നീ പറയുന്ന ഭരണ പ്രദേശങ്ങളായിട്ടുള്ള അവിടുത്തെ സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഇദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ഉള്ളത്. സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലെ അംഗങ്ങൾക്കും അതുപോലെ പാർലമെന്റിലെ സംസ്ഥാന നിയമസഭകളിലെയും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്കും ഒന്നും വോട്ടവകാശം ഉണ്ടായിരിക്കില്ല. അതുപോലെ ഇദ്ദേഹത്തിന്റെ ഇലക്ഷനെ പറ്റി പറയുമ്പോൾ നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു, ഇലക്ഷനെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ നമ്പർ 54 ആണ്, അല്ലെ? ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ നോട്ട് ഇൻവോൾവ് ഇൻ ദി ഇലക്ടിംഗ് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നോമിനേറ്റഡ് സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങള്, പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും, അതായത് ഡൽഹി, പുതുച്ചേരി ഉൾപ്പെടെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്കും വോട്ടവകാശമില്ല. അപ്പൊ ആർക്കൊക്കെ ഉണ്ട്, ആർക്കൊക്കെ ഇല്ല? നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ ലോക്സഭ ആൻഡ് രാജ്യസഭ, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിനൊന്നും, അതുപോലെ മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ബോത്ത് ഇലക്ടഡ് നോമിനേറ്റഡ് ഇൻ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരി, ഇവർക്കൊന്നും തന്നെ ഇലക്ഷന് പങ്കെടുക്കാൻ സാധിക്കത്തില്ല. അത് എടുത്തു പഠിച്ചോണം. അതുപോലെ ഇദ്ദേഹത്തിന്റെ ഇലക്ഷൻ എന്ന് പറയുന്നത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് മുഖേനയായിരിക്കും. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് മുഖേനയായിരിക്കും ഇദ്ദേഹത്തിന്റെ വോട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ ബാലറ്റ് പേപ്പറിന്റെ നിറം ചോദിച്ചാൽ
പാർലമെന്റിലെ അംഗങ്ങളുടെ ബാലറ്റ് പേപ്പറിന്റെ നിറം എന്ന് പറയുന്നത് ഗ്രീന്, പച്ചയും, അതുപോലെ നിയമസഭയിലെ ആണെങ്കിൽ പിങ്കും ആണ് കേട്ടോ. പിങ്ക് ബാലറ്റ് പേപ്പർ പാർലമെന്റ് അംഗങ്ങൾക്ക് ഗ്രീൻ കളർ, നിയമസഭയിലെ അംഗങ്ങൾക്കെല്ലാം തന്നെ പിങ്ക് കളറും ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ ടേം ഓഫ് ഓഫീസ് ആണ് പറയുന്നത് 5 വർഷ കാലാവധിയാണ്. ഇദ്ദേഹത്തിന് 5 വർഷ കാലാവധിയാണ്. അതുപോലെ 5 വർഷമാണ്. അതുപോലെ ഈ ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിന് സ്ഥാനം വഹിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു പ്രത്യേക ഒരു കാര്യമുള്ളത്, നമുക്കറിയാം രാഷ്ട്രപതിയായിട്ടിരിക്കുന്ന സമയത്ത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ ആദായകരമായ പദവി വഹിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ക്വാളിഫിക്കേഷനിൽ നമുക്ക് പറയാം. 5 വർഷമാണ് കാലാവധി. അതുപോലെ ഇദ്ദേഹത്തിന് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാവുന്നതാണ്. അതുപോലെ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇതെല്ലാവർക്കും അറിയാമല്ലോ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ആണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഇനി രാജിക്കത്ത് കൊടുക്കുന്നത് ആർക്കായിരിക്കും? വൈസ് പ്രസിഡന്റിനാണ് രാജിക്കത്ത് ഇദ്ദേഹം കൊടുക്കേണ്ടത്, ഇൻ കേസ് ഇദ്ദേഹം ഇറങ്ങുവാണെങ്കിൽ. ഇനി ക്വാളിഫിക്കേഷൻ നോക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇദ്ദേഹം ക്വാളിഫിക്കേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരനായിരിക്കണം. ഇത് ഉറപ്പായിട്ടും നടന്നേ പറ്റൂ. ഇന്ത്യൻ പൗരനായിരിക്കണം. ഒന്നാമത്തെ, ഹി ഷുഡ് ബി ആൻ ഇന്ത്യൻ സിറ്റിസൺ. അതുപോലെ 35 വയസ്സ് പൂർത്തിയായിരിക്കണം. അതുപോലെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള യോഗ്യത ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതുപോലെ ഈ പറഞ്ഞ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ ആദായകരമായിട്ടുള്ള ഒരു പദവിയും വഹിക്കുന്ന ആളായിരിക്കരുത്. ഇവിടെ ഒരു എക്സെപ്ഷൻ കേസ് പറയുന്നുണ്ട്. ഇൻ കേസ് അവിടെ ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, ഗവർണർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, അതായത് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നിവർക്ക് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. ഹി ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ ദ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ എനി പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്നെങ്കിലും ആർക്കൊക്കെ എക്സെപ്ഷൻ ഉണ്ട്? പ്രസിഡന്റിന് എക്സെപ്ഷൻ ഉണ്ട്, വൈസ് പ്രസിഡന്റിന് എക്സെപ്ഷൻ ഉണ്ട്, അതുപോലെ ഗവർണർക്ക് എക്സെപ്ഷൻ ഉണ്ട്, ഗവർണേഴ്സിന് എക്സെപ്ഷൻ കേസ് ഉണ്ട്, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുണ്ടല്ലോ, ഇവർക്കൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യാം. അല്ലാതെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ ആദായകരമായ പദവി വഹിക്കുന്ന ആർക്കും പറ്റില്ല. ഓക്കെയാണ്. അടുത്തത് കണ്ടീഷൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫീസ് എന്ന് പറയുന്നതാണ്. എന്തൊക്കെയാണ് ഇവിടെ നോക്കേണ്ടത് നോക്കിക്കേ. there are few conditions for the candidate running the president election. He cannot be a member of Lok Sabha, Rajya Sabha. If he has been a member of either of the house, he should vacate the seat on his first day as the president in the office. ലോക്സഭയിലോ രാജ്യസഭയിലോ ഒന്നും മെമ്പർ ആയിരിക്കരുത്. ആണെങ്കിൽ തന്നെ പ്രസിഡന്റ് ആവുന്ന ദിവസം തന്നെ അദ്ദേഹം അത് വെക്കേറ്റ് ചെയ്തേ പറ്റൂ. അതുപോലെ he should not hold any office of profit. ഈ പറഞ്ഞുകൊണ്ട് ആദായകരമായിട്ടുള്ള ഒരു പദവിയും വഹിക്കരുത്. For his residence, രാഷ്ട്രപതി ഭവൻ is provided to him without the payment of rent. രാഷ്ട്രപതി ഭവനാണ് ഇദ്ദേഹത്തിന് താമസിക്കാൻ കൊടുക്കുന്നത്. പാർലമെന്റ് ഡിസൈഡഡ് ഹിസ് emoluments, allowances and privileges. പാർലമെന്റ് ആണ് ഇദ്ദേഹത്തിന്റെ സാലറിയും ബാക്കി അലവൻസുകളും എല്ലാം തീരുമാനിക്കുന്നത്. പാർലമെന്റ് cannot diminish his emolument and allowances during his term of office. ഒരിക്കലും ഡിമിനിഷ് ചെയ്യാൻ പാർലമെന്റ് അധികാരമില്ല. ഇദ്ദേഹത്തിന്റെ സാലറി കുറയ്ക്കാനോ ഒന്നും അധികാരമില്ല. He is given immunity from any criminal proceedings even in respect of his personal act. ഒരു തരത്തിലും ആവശ്യമില്ലാത്ത ഒരു കാര്യവും അവിടെ കേൾപ്പിക്കാൻ പറ്റില്ല. നമുക്കറിയാം ഇംപീച്ച്മെന്റിനെ പറ്റിയിട്ടൊക്കെ അറിയാലോ. അതുപോലെ അറസ്റ്റോ ഓർ ഇംപ്രിസൺമെന്റ് ഓഫ് പ്രസിഡന്റ് കനോട്ട് ടേക്ക് പ്ലേസ്. ഒരിക്കലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ ജയിലിലാക്കാനോ പറ്റില്ല. ഓൺലി സിവിൽ പ്രൊസീഡിംഗ് ക്യാൻ ബി ഇനിഷ്യേറ്റഡ് ഫോർ ഹിസ് പേഴ്സണൽ ആക്ട് ആഫ്റ്റർ ഗിവിംഗ് 2 months ഓഫ് പ്രയർ നോട്ടീസ്. 2 മാസത്തെ നോട്ടീസ് ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രം സിവിൽ പ്രൊസീഡിങ്സ് ഇദ്ദേഹത്തിനെതിരെ എങ്ങാനും ചെയ്യേണ്ടി വന്നാൽ ചെയ്യത്തുള്ളൂ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു വേക്കന്റ് പൊസിഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. വേക്കന്റ് പൊസിഷൻ ആണെങ്കിൽ റെസിഗ്നേഷൻ അതായത് 5 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങാം. അല്ലെങ്കിൽ ഇൻ കേസ് രാജി കൊടുക്കണമെങ്കിൽ അത് ആർക്ക് കൊടുക്കണം? വൈസ് പ്രസിഡന്റിന് കൊടുക്കണം. ലോക്സഭ രാജ്യസഭ ഇനിഷ്യേറ്റ് ആൻഡ് ഇംപീച്ച്മെന്റ് ചാർജസ് ആൻഡ് ദേ സ്റ്റാൻഡ് വാലിഡ്, ഹി ഈസ് റിമൂവ്. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പുറത്താക്കാനുള്ള ഒരു മാർഗമാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന മാർഗത്തിലൂടെ മാത്രമേ പ്രസിഡന്റിനെ വെളിയിലാക്കാൻ സാധിക്കുന്നുള്ളൂ. ഈ ഇംപീച്ച്മെന്റ് നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ ആർക്കും എതിരെ നടന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടാൽ 5 വർഷത്തിനുള്ളിൽ അദ്ദേഹം മരണപ്പെട്ടാൽ അതുകൊണ്ട് സുപ്രീം കോടതി പറയാണ് ഇലക്ഷൻ ഇൻവാലിഡ് ആണെന്ന് പറയുകയാണെങ്കിൽ മാത്രം അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനം വേക്കന്റ് ആയിട്ട് കിടക്കും. ഓക്കെ ആണല്ലോ. ഇനി പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ പവേഴ്സ് എന്തൊക്കെയാണ്? 1 എക്സിക്യൂട്ടീവ് പവർ, 2 ലെജിസ്ലേറ്റീവ് പവർ. കേട്ടോ, എക്സിക്യൂട്ടീവ് പവേഴ്സ്, ലെജിസ്ലേറ്റീവ് പവേഴ്സ്, ദെൻ ഉള്ളത് ഫിനാൻഷ്യൽ പവേഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞ് ജുഡീഷ്യൽ പവേഴ്സ് ഉണ്ട്, ഡിപ്ലോമാറ്റിക് പവേഴ്സ് ഉണ്ട്, എമർജൻസി പവേഴ്സ് ഉണ്ട്, മിലിറ്ററി ഉണ്ട്, അടിയന്തരാവസ്ഥ. അതാണ് ഈ പറഞ്ഞ എമർജൻസി. അതുപോലെ വീറ്റോ അധികാരങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. എന്താണ് ഈ
ഫസ്റ്റ് പറയാൻ പോകുന്നത് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പവേഴ്സ് ഓഫ് പ്രസിഡന്റ് ആണ്. ഒന്ന്, for every executive action that the Indian government take is to be taken in his name. ഏതൊരു എക്സിക്യൂട്ടീവ് ആക്ഷൻ ഇന്ത്യൻ ഗവൺമെന്റ് എടുത്താലും ഇദ്ദേഹത്തിന്റെ പേരോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. ഹി മേ ഓർ മേ നോട്ട് മേക്ക് റൂൾ ടു സിംപ്ലിഫൈ ദ ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്. ഹി അപ്പോയിന്റ് ദ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആൻഡ് ഡിറ്റർമിൻസ് ഹിസ് റെമ്യൂണറൈസേഷൻ. അതുപോലെ ഹി അപ്പോയിന്റ് ദി ഫോളോയിങ് പീപ്പിൾ: കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ്, ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഗവർണേഴ്സ്. ആരെയൊക്കെ നിയമിക്കുമെന്ന് കൊടുത്തിട്ടുണ്ട്, അത് അത്രയും പഠിക്കുക. Then Finance Commission of India, chairman and members. He seeks administrative information from Union government. He requires Prime Minister to submit for consideration of the Council of Ministers any matter on which a decision has been taken by the minister but which has not been considered by the council. He appoints the national commissions of scheduled caste, scheduled tribe, other backward classes. Interstate council ne appoint ചെയ്യുന്നു. Administrators of union territories ne appoint ചെയ്യുന്നു. He can declare any area as scheduled area and has power with respect to the administration of scheduled areas and tribal areas. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് നോക്കാം. ഞാൻ ഒന്നും കൂടെ പറയാം. അനുച്ഛേദം ആർട്ടിക്കിൾ 53(1) പ്രകാരം, നോക്കേ, 53(1) പ്രകാരം യൂണിയന്റെ നിർവഹണാധികാരം, എക്സിക്യൂട്ടീവ് പവേഴ്സ് രാഷ്ട്രപതിക്ക് കൊടുക്കുന്നു. അപ്പൊ ഈ എക്സിക്യൂട്ടീവ് പവേഴ്സിന്റെ ആർട്ടിക്കിൾ 53(1) ആണ് കേട്ടോ. ഒന്നാണ്, ഇന്ത്യ ഗവൺമെന്റിന്റെ പല ഉന്നത പദവികളിലേക്കും വ്യക്തികളെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. പ്രത്യേകിച്ച് ആരെയൊക്കെയാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, other election commissioners, chairman and members of the Union Public Service Commission, state governors, finance commission ഒക്കെ നിയമിക്കുന്ന ഇദ്ദേഹമാണ്. Then scheduled caste, scheduled tribe, other backward community national commissions നിയമിക്കുന്ന ഇദ്ദേഹമാണ്. അതുപോലെ രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ പറഞ്ഞു പ്രൈം മിനിസ്റ്ററിനെ നിയമിക്കുന്നു, അതുപോലെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ നമ്പർ 74(1) പ്രകാരമാണ്, 1 പ്രകാരം എന്ത് ചെയ്യുന്നു? രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനും പ്രധാനമന്ത്രി തലവനായിട്ടുള്ള ഒരു മന്ത്രിസഭ വേണം എന്ന് പറയുന്നത് 74(1) അങ്ങനെ ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. രാഷ്ട്രപതി തന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ അങ്ങനെയുള്ള ഉപദേശം നോക്കി പ്രവർത്തിക്കണം. അതായത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കണം. എന്നാൽ രാഷ്ട്രപതി ഇവര് പറയുന്നതെല്ലാം കേൾക്കണമെന്നാണോ? അല്ല, രാഷ്ട്രപതിക്ക് അങ്ങനെയുള്ള ഉപദേശം പൊതുവായോ അല്ലാതെയോ പുനരാലോചിക്കാൻ മന്ത്രിസഭയോട് ആവശ്യപ്പെടാം. ശരിയല്ലെന്ന് തോന്നിയാൽ ആവശ്യപ്പെടാം. അങ്ങനെയുള്ള പുനരാലോചനയ്ക്ക് ശേഷം നൽകിയ ഉപദേശം അനുസരിച്ച് രാഷ്ട്രപതി പ്രവർത്തിക്കുകയും വേണമെന്നാണ് പറയുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഈ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് അല്ല, ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറി, അതുപോലെ ഏതൊരു ഏരിയ ആണോ ഷെഡ്യൂൾഡ് ഏരിയ ആയിട്ട് മാറ്റേണ്ടത് അത് തീരുമാനിക്കാം. ഷെഡ്യൂൾഡ് ഏരിയാസും ട്രൈബ്സിന്റെ ഏരിയാസും ഒക്കെ അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കാനൊക്കെ ഉള്ള അധികാരങ്ങൾ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഏത് പ്രകാരം? 53(1) പ്രകാരം, അതായത് എക്സിക്യൂട്ടീവ് അധികാരം പവർ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ലെജിസ്ലേറ്റീവ് അധികാരങ്ങളാണ്. എന്തൊക്കെ തരത്തിലുള്ള ലെജിസ്ലേറ്റീവ് അധികാരങ്ങളാണ് ഇദ്ദേഹത്തിനുള്ളത്? ഹി സമ്മൺസ് ഓർ പ്രൊറോഗ് പാർലമെന്റ് ആൻഡ് ഡിസോൾവ് ദ ലോക്സഭ. പാർലമെന്റിലെ ഇരുസഭകളെയും വിളിച്ചുകൂട്ടാനും അതുപോലെ ലോക്സഭ പിരിച്ചുവിടാനും ഒക്കെ ഉള്ള ഒരു അധികാരം ഇദ്ദേഹത്തിനുണ്ട്. അതുപോലെ ഹി സമ്മൺസ് എ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ ഇൻ കേസ് ഓഫ് ഡെഡ് ലോക്ക്. അതായത് നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അനുച്ഛേദം 87 പ്രകാരം, ആർട്ടിക്കിൾ 87 പ്രകാരം ഓരോ വർഷത്തെയും ആദ്യത്തെ സമ്മേളനത്തിലും ഓരോ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമുള്ള ആദ്യ സമ്മേളനത്തിലും പാർലമെന്റിന്റെ 2 സഭകളെയും രാഷ്ട്രപതിയാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 87 പ്രകാരം ഓരോ വർഷത്തിലെയും ആദ്യ സമ്മേളനം, അതുപോലെ ഓരോ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യ സമ്മേളനം ഉണ്ടല്ലോ, ഇവിടെ 2 സഭകളെയും കൂടെ ചേർത്തിട്ട് ജോയിന്റ് സിറ്റിംഗിൽ അദ്ദേഹമാണ് അഭിസംബോധന ചെയ്യുന്നത്. അതുപോലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, UPSC, ഫിനാൻസ് കമ്മീഷൻ എന്നിവയുടെ റിപ്പോർട്ടുകൾ പാർലമെന്റിൽ കൊണ്ടുവെക്കുന്നതും ആദ്യം തന്നെയാണ് രാഷ്ട്രപതി തന്നെയാണ്. അല്ലെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹി അഡ്രസ് ദ ഇന്ത്യൻ പാർലമെന്റ് അറ്റ് ദ കമൻസ്മെന്റ് ഓഫ് ദ ഫസ്റ്റ് സെക്ഷൻ ആഫ്റ്റർ എവറി ജനറൽ ഇലക്ഷൻ. അതുപോലെ ഹി അപ്പോയിന്റ് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ ആൻഡ് ചെയർമാൻ ഓർ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. വെൻ ദ സീറ്റ് ഫോൾ വേക്കന്റ് ഹി നോമിനേറ്റ് 12 മെമ്പേഴ്സ് ഓഫ് ദി രാജ്യസഭ. ഇതൊക്കെ ഇദ്ദേഹത്തിന്
ലെജിസ്ലേറ്റീവ് പവർ ആണ്. അതുപോലെ ഹി ക്യാൻ നോമിനേറ്റ് 2 members ടു ദ ലോക്സഭ ഫ്രം ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. അതിപ്പോ മാറ്റിയിട്ടുണ്ട്. സോ ഇത് നേരത്തെ ഉള്ളതാണ്, പക്ഷെ ഇപ്പൊ അത് അമെൻഡ് ചെയ്ത് മാറ്റി. ഹി കൺസൾട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓൺ ക്വസ്റ്റ്യൻ ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് MPs. ഹി റെക്കമെൻഡ്സ് ഓർ പെർമിറ്റ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് സർട്ടൻ ടൈപ്സ് ഓഫ് ബിൽ. ഹി പ്രൊമുഗുലേറ്റ് ഓർഡിനൻസ്. അതുപോലെ ഹി ലേസ് ദ ഫോളോയിങ് റിപ്പോർട്ട് ബിഫോർ ദ പാർലമെന്റ്. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറഞ്ഞത്. ഏതൊക്കെ റിപ്പോർട്ടാണ്? CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട്, UPSCയുടെ റിപ്പോർട്ട്, ഫിനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ടൊക്കെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ വെക്കുന്നത് ആരാണ്? നമ്മുടെ രാഷ്ട്രപതി ആയിരിക്കും. അതുപോലെ ആർട്ടിക്കിൾ 103 പ്രകാരം പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് ഒരു തർക്കം വന്നാൽ അതില് തീരുമാനം എടുക്കുന്ന ഇദ്ദേഹമാണ്. അതുപോലെ ആന്റി ഡിഫെക്ഷൻ ലോ ഉണ്ടല്ലോ, കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നിയമനിർമ്മാണ സഭയിലെ അംഗത്തെ അയോഗ്യനാക്കാനുള്ള പ്രസ്തുത സഭ കൂടിയാൽ അതിന്റെ ചെയർമാൻ അഥവാ അധ്യക്ഷൻ എന്ന് പറയുന്നതും ആര് തന്നെ ആയിരിക്കും? രാഷ്ട്രപതി തന്നെ ആയിരിക്കും. ഈ പറഞ്ഞുകൊണ്ട് രാഷ്ട്രപതി നിയമിക്കുന്ന ആൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാര്, ഗവർണർമാര്, സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാര്, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, UPSC ചെയർമാനെയും അംഗങ്ങളെയും, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ, കര, നാവിക, വ്യോമ, സംയുക്ത സേനാ മേധാവികൾ, കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരികള്, വിദേശ രാജ്യങ്ങളിലേക്കുള്ള അംബാസിഡർമാര്, ഹൈക്കമ്മീഷണർമാര്, ഓൾ ഇന്ത്യ സർവീസിലെ മെമ്പേഴ്സ്, ഇവരെല്ലാം നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നത് ആരെയൊക്കെയാണ്? ഗവർണറെ നീക്കം ചെയ്യുക, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുക, UPSC ചെയർമാനെ അംഗങ്ങളെ നീക്കം ചെയ്യുക, സംസ്ഥാന PSC ചെയർമാൻ അംഗങ്ങളെ നീക്കം ചെയ്യുക, അറ്റോർണി ജനറലിനെ, CAGയെ അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും, കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയൊക്കെ നീക്കം ചെയ്യാനുള്ള പവറും ആർക്ക് തന്നെ? പ്രസിഡന്റിന് തന്നെ ആണ്. അപ്പം ഈ ആംഗ്ലോ ഇന്ത്യൻ അത് എടുത്ത് മാറ്റിയത് ഏതാണെന്ന് ഓർമ്മയുണ്ടല്ലോ, ഞാൻ ഇടയ്ക്ക് പറഞ്ഞു 104 പ്രകാരമാണ് അല്ലെ. ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൽ നിന്ന് 2 പേരെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരുന്നു. 104 ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്കും ലോക്സഭകളിലേക്കുള്ള ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ നാമനിർദ്ദേശം റദ്ദാക്കിയിട്ടുണ്ട്. പക്ഷെ 12 പേരെ ഇപ്പോഴും നോമിനേറ്റ് ചെയ്യാനുള്ള പവർ അദ്ദേഹത്തിനുണ്ട്. ദെൻ അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ പവേഴ്സ് ആണ് പറയുന്നത്. ഫിനാൻഷ്യൽ അധികാരങ്ങൾ പറയുന്ന സമയത്ത് രാഷ്ട്രപതിയുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് ധനബില്ല് പാർലമെന്റിൽ, മണി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ വെക്കുന്നത് രാഷ്ട്രപതിയുടെ പേരിലായിരിക്കും. ദെൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് റവന്യൂ വിതരണത്തിനായിട്ട് കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്. കോണ്ടിജൻസി ഫണ്ട് അദ്ദേഹത്തിന്റെ കൺട്രോളിലായിരിക്കും. ഈ പറഞ്ഞുകൊണ്ട് ഹി കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫിനാൻസ് കമ്മീഷൻ എവറി 5 years. അദ്ദേഹമാണ് ഈ ഒരു ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത്. അതുപോലെ ഈ ഗ്രാൻഡ് ഒക്കെ ടു മേക്ക് എ ഗ്രാൻഡ് ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ഹിസ് റെക്കമെൻഡേഷൻ ഇസ് പ്രീ റിക്വസൈറ്റ്. എന്തെങ്കിലും തരത്തിൽ ഗ്രാൻഡ് ഒക്കെ വേണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ വേണം. ദെൻ ജുഡീഷ്യൽ പവേഴ്സ് ആണ് പറയുന്നത്. എന്തൊക്കെ ജുഡീഷ്യൽ പവേഴ്സ് ആണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജുഡീഷ്യൽ പവർ, നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പവർ ആണ് ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലേക്ക് അവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. പിന്നെ 143 പ്രകാരം ഏത് വിഷയത്തിലും സുപ്രീം കോടതിയോട് അഡ്വൈസ് ചോദിക്കാം ആണല്ലോ. അഡ്വൈസ് ചോദിക്കുന്നത് പറയുന്നുണ്ട്. അഡ്വൈസറി അധികാരം എന്ന് പറയുന്നുണ്ട്. 143 പ്രകാരമാണ് അഡ്വൈസസ് ഫ്രം സുപ്രീം കോർട്ട്. ഹൗവർ ദോസ് അഡ്വൈസസ് ആർ നോട്ട് ബൈൻഡിങ് ഓൺ ഹിം. ഹി ഹാസ് എ പാർഡനിങ് പവർ. ഈ പറഞ്ഞതുകൂട്ട് തന്നെ പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും അധികാരത്തെ പറ്റിയിട്ടാണ് ഈ പാർഡനിങ് എന്ന് പറയുന്നത്. ദെൻ ഡിപ്ലോമാറ്റിക് അധികാരമാണ്. ഡിപ്ലോമാറ്റിക് അധികാരം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അന്താരാഷ്ട്ര ഉടമ്പടികൾ എല്ലാം നടത്തുന്നത് രാഷ്ട്രപതിയുടെ പേരിലായിരിക്കും. ഇന്റർനാഷണൽ ട്രീറ്റീസും എഗ്രിമെന്റ്സും ഒക്കെ ഇദ്ദേഹത്തിന്റെ പേരിലായിരിക്കും കൺക്ലൂഡ് ചെയ്ത് പറയുന്നത്. അതുപോലെ ഇതിന് അധികാരം നൽകുന്ന അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കുന്ന പാർലമെന്റ് ആണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് വരുന്നത്. അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് വിവിധ രാജ്യങ്ങളിലുള്ള ഇന്ത്യയുടെ അംബാസിഡർ, ഹൈ കമ്മീഷണർമാരെയൊക്കെ നിയമിക്കുന്നതുമൊക്കെ രാഷ്ട്രപതി ആയിരിക്കും. കുറച്ചു മുമ്പേ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ചീഫ് ഓഫ് ദ ആർമി, ചീഫ് ഓഫ് ദ നേവി, ചീഫ് ഓഫ് ദി എയർഫോഴ്സ് ഇവരെയൊക്കെ നിയമിക്കുന്നതൊക്കെ പ്രസിഡന്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ പറയാൻ പോകുന്നത് എമർജൻസി പവർ ആണ്. എമർജൻസി പവറിനെ പറ്റിയിട്ട് ഞാൻ അധികം പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എന്താണ് എമർജൻസി പവർ എന്ന് നമുക്കറിയാം. അടിയന്തരാവസ്ഥ നമ്മൾ പഠിക്കുന്നതാണ്. 3 ടൈപ്പ് അടിയന്തരാവസ്ഥയുണ്ട്.
നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ നമ്പർ 382, പ്രസിഡന്റ് റൂള് ആർട്ടിക്കിൾ 356, 365, ഫിനാൻഷ്യൽ എമർജൻസി സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 360. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പവറിനകത്ത് വരുന്നതാണ്. അതുപോലെ മിലിറ്ററി അധികാരങ്ങൾ വരുന്നുണ്ട്. മിലിറ്ററി ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി മിലിറ്ററി അധികാരങ്ങൾക്കകത്തൊക്കെ എന്തൊക്കെ വരുമെന്ന്. മിലിറ്ററി അധികാരം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സായുധ സേനയുടെ സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. പാർലമെന്റിന്റെ അനുമതിയോടുകൂടി ഒരു രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതും സമാധാന കരാറിലൊക്കെ ഒപ്പിടുന്നതും രാഷ്ട്രപതിയാണ്. കരസേന, വ്യോമസേന, നാവികസേന എന്നിവരുടെ തലവന്മാരെ നിയമിക്കുന്നതും ഒക്കെ രാഷ്ട്രപതിയാണ്. ദെൻ ഓർഡിനൻസ് മേക്കിങ്ങിനെ പറ്റിയിട്ടാണ് പിന്നെ പറയുന്നത്. ഓർഡിനൻസ് മേക്കിംഗ് അത് ആർട്ടിക്കിൾ 123 പ്രകാരമാണ് കേട്ടോ. എന്താണ് ആർട്ടിക്കിൾ 123 പ്രകാരം ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം പറയുന്നു. അതായത് പാർലമെന്റിന്റെ ഇരുസഭകളോ ഏതെങ്കിലും ഒരു സഭയോ സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന രാഷ്ട്രപതിയാണ്. ഏതാണ് ആർട്ടിക്കിൾ 123 അതനുസരിച്ച് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നു. പാർലമെന്റ് സമ്മേളിച്ചിട്ട് 6 ആഴ്ചയ്ക്കുള്ളിലാണ് പ്രസ്തുത ഓർഡിനൻസ് പാർലമെന്റ് അംഗീകരിക്കേണ്ടത്. അതുപോലെ ഒരു ഓർഡിനൻസിന്റെ കാലാവധി 6 months ആണ്. എത്ര മന്ത് ആണ്? 6 months ആണ് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത്. പാർലമെന്റ് അംഗീകരിക്കാത്ത അല്ലെങ്കിൽ പരിഗണിക്കാത്ത ഒരു ഓർഡിനൻസിന്റെ പരമാവധി കാലാവധി 6 മാസം പ്ലസ് 6 ആഴ്ചയാണ്. ഇത്രയുമാണ് കൊടുക്കുന്നത്. അതുപോലെ രാഷ്ട്രപതിക്ക് ഏത് സമയത്തും ഓർഡിനൻസ് പിൻവലിക്കാം. ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടുള്ള രാഷ്ട്രപതി സ്ഥിരം ചോദ്യമാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. അപ്പൊ എന്താണ്? പാർലമെന്റ് ഇരുസഭകളോ ഏതെങ്കിലും ഒരു സഭയോ സമ്മേളിക്കാത്ത അവസരങ്ങളിലാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. Okay, President has many legislative powers and this power is one of them. Ordinance പുറപ്പെടുവിക്കുക. President promulgates an ordinance on the recommendation of the Union Cabinet. ഇനി ഇംപീച്ച്മെന്റ് പറയുന്നതിന് മുൻപായിട്ട് നമുക്കറിയാം വീറ്റോ അധികാരങ്ങളെ പറ്റിയിട്ട് പറയാം. എത്ര തരത്തിലുള്ള വീറ്റോ അധികാരങ്ങളാണ്? 4. 1 അബ്സല്യൂട്ട് വീറ്റോ, 2 എന്താണ്? പോക്കറ്റ് വീറ്റോ, 3 സസ്പെൻസീവ് വീറ്റോ, ക്വാളിഫൈഡ് വീറ്റോ. ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ വീറ്റോ അധികാരങ്ങളാണ്. നമുക്ക് നോക്കാം. ഇതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ നമ്പർ 11 4 തരത്തിലുള്ള വീറ്റോ അധികാരങ്ങളാണുള്ളത്. നോക്കിക്കോളൂ. ഇതിനകത്ത് അബ്സല്യൂട്ട് വീറ്റോ, പോക്കറ്റ് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ ഇത് മാത്രമേ എവിടെ ഉള്ളൂ? നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരമായിട്ട് പറയുന്നുള്ളൂ. ക്വാളിഫൈഡ് പറയുന്നില്ല. അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് പാസ്സാക്കിയ ഒരു ബില്ലിൽ ഒപ്പിടാതിരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ്. ഓക്കെ, അബ്സല്യൂട്ട് വീറ്റോ. ഇനി പോക്കറ്റ് വീറ്റോ, ഒരു ബിൽ ഒപ്പിടാതെ അനിശ്ചിത കാലത്തേക്ക് കൈവശം വെക്കുക. ഒന്ന് ഒപ്പിടാതിരിക്കാനുള്ള ഒരു അധികാരം. 2 പോക്കറ്റ് വീറ്റോ മീൻസ് പോക്കറ്റ് വെക്കുന്ന കാര്യം ഓർത്താൽ മതി. ബില്ല് ഒപ്പിടാതെ അനിശ്ചിത കാലത്തേക്ക് കൈവശം വെക്കാനുള്ള ഒരു അധികാരമാണ് പോക്കറ്റ് വീറ്റോ. ദെൻ സസ്പെൻസീവ് എന്ന് പറയുമ്പോൾ ഒരു ബില്ല് പാർലമെന്റ് പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതി അയക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഉപയോഗിക്കുന്നതാണ് സസ്പെൻസീവ്. ഇനി ക്വാളിഫൈഡ് നമുക്കില്ല. പാർലമെന്റ് പാസ്സാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് അയച്ച ബില്ലില് രാഷ്ട്രപതി ക്വാളിഫൈഡ് വീറ്റോ പ്രയോഗിച്ചാൽ അത്തരം വീറ്റോ മറികടക്കണമെങ്കിൽ ആ ബില്ല് ആദ്യം പാസ്സായതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ വീണ്ടും പാസ്സായി വരണം. ഇത് നമുക്കില്ല. നമുക്കുള്ളത് ഈ 3 എണ്ണമാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ അധികാരങ്ങളെ പറ്റിയിട്ട് പറയാനുള്ളത്. ദെൻ ഇംപീച്ച്മെന്റിനെ പറ്റിയിട്ട് പറയുമ്പോൾ ആർട്ടിക്കിൾ 61 പ്രകാരമാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിനെ പുറത്താക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ദ സിറ്റിംഗ് ഓഫ് പ്രസിഡന്റ് ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ഹിസ് ഓഫീസ് ബിഫോർ കംപ്ലീഷൻ ഓഫ് ഹിസ് ടേം 5 years ബൈ ദ പ്രൊസീജിയർ ഓഫ് ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫോർ ദ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏതെങ്കിലും തരത്തില് കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ നടത്തി എന്ന് കണ്ടു കഴിഞ്ഞാലാണ് ആർട്ടിക്കിൾ 61 പ്രകാരം അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആണല്ലോ. ഇനി even though impeachment meaning as the removal from his office known as the term violence of constitution has not been defined by the constitution. എവിടെയും എഴുതി വെച്ചിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എവിടെയും ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റിയിട്ട്, അതായത് വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടില്ല. Either House of the Parliament of India can initiate the charges of impeachment against the president. ഏതെങ്കിലും ലോക്സഭ, രാജ്യസഭ ആർക്ക് വേണമെങ്കിലും ഇത് ഇനിഷ്യേറ്റ് ചെയ്യാം. 1/4 of the members of the house that has been framed the charges of impeachment should sign the charges and the president should be handed over the notice of 14 days. 1/4 എന്നാ പറയുന്നത്. ഇത്രയും ആൾക്കാരെങ്കിലും ഇതിനകത്ത് സൈൻ ചെയ്തിരിക്കണം. പ്രസിഡന്റിന് ഒരു 14 ദിവസം മുൻപായിട്ട് നോട്ടീസ് കൊടുത്തിരിക്കണം. ഇംപീച്ച്മെന്റ് റെസൊല്യൂഷൻ ഈസ് സെന്റ് ടു ദ അതർ ഹൗസ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ അലിഗേഷൻ വൺസ് ഇറ്റ് ഈസ് പാസ്ഡ് ബൈ ദ 2/3 majority of the house which initiated the charge of the impeachment. അടുത്ത ഹൗസിലേക്ക് കൈമാറുന്ന സമയത്ത് ഈ ഒരു പ്രപ്പോർഷനിൽ മെജോറിറ്റി ഒരു ഇംപീച്ച്മെന്റ് ചാർജിനെ അവര്
പാസ്സാക്കിയിരിക്കണം. അതുപോലെ the right to appear before the investigating house and the right to be represented is possessed by the president. ഇതെല്ലാം നടന്നതിന് ശേഷം, അതായത് ഈ 2/3 മെജോറിറ്റി കിട്ടണം, ഇദ്ദേഹത്തിന് നോട്ടീസ് കിട്ടണം, ഇതിനൊക്കെ ശേഷം മാത്രമേ ഇംപീച്ച്മെന്റ് പ്രോസസ്സ് നടക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ഇത് അധികം പഠിച്ചില്ലെങ്കിൽ സാരമില്ല, ഇംപീച്ച്മെന്റ് ഇന്നേ വരെ നടന്നിട്ടില്ല. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ഒരു ചടങ്ങാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇതുവരെ നമുക്കത് എടുക്കേണ്ടി വന്നിട്ടുമില്ല. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ നോക്കി വെക്കേണ്ടത്. അതുപോലെ രാഷ്ട്രപതി മാപ്പ് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 72 കേട്ടോ. ഗവർണറുടെ അധികാരം 161 ഈ പാർഡണി. 72 പ്രസിഡന്റും 161 ഗവർണറുമാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഒക്കെ പ്രസിഡന്റിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളൂ. ഇത്രയൊക്കെ നോക്കിയിട്ട് പോവാം. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.